അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു RC കാറിന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WPL C64-1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോളറാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോബി ഗ്രേഡ് വണ്ടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കുറച്ചധികം അപ്ഗ്രേഡുകൾ ചെയ്താൽ വണ്ടി ഫുള്ളി കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്ക് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രാഗ് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് WPL പാക്കേജിങ് വരുന്നത് ഇവിടെയായിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ തുറക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നത്. ഓഫ് റോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു D സീരീസിൻ്റെ അവർക്ക് ഒരു ബോഡി ഉണ്ടായി. അതും പിന്നെ C സീരീസ് ആയിരുന്നു ക്രോളർ സീരീസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ചേസസും എടുത്തിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയൊരു വണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം കാണാൻ നല്ല ലുക്കുള്ളതും അവർ ഷോക്സ് ഒക്കെ ഒരിത്തിരി ഒന്ന് മാറ്റിയിട്ടുണ്ട്. സ്റ്റിൽ സ്പ്രിംഗ് ആണ്, എന്നാൽ പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് സർവോയൊക്കെ നമുക്ക് മാറ്റിയിട്ടുണ്ട്. സർവോയുടെ പ്ലേസ്മെൻറ്റ് മാറ്റി ഇലക്ട്രോണിക്സിൽ ഒരു ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു മോഡലാക്കി ഇതിനെടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുറക്കാം. ബോക്സ് ചെറുതായിട്ടൊന്ന് ക്രംബിൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഷേപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കണ്ടീഷൻ. ഉണ്ട്, ഇങ്ങനെ ആയിരിക്കുള്ളൂ മിക്കവാറും വണ്ടിയുടെ സ്റ്റാൻസ് വരുന്നത്. ഇങ്ങനെ ആവാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ആദ്യമേ തന്നെ വന്നത് നമ്മുടെ റിമോട്ടിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ തുറന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ക്ലാസിക് നമ്മുടെ WPL റിമോട്ട് തന്നെയാണ്. കണ്ടോ, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ബട്ടൺസും എല്ലാം സിമ്പിളാണ്. അവർ ഇത് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് റിമോട്ട് എന്തായാലും മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വണ്ടീനെ പുറത്തേക്ക് എടുക്കണം. നമുക്ക് വണ്ടീനെ പതുക്കെ പുറത്തേക്ക് വലിച്ചെടുക്കാം. വണ്ടി വരെ കൊണ്ടുവന്നിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആയിരുന്നു. അതിപ്പോൾ മാറ്റി അവർ ഇതിലേക്ക് കാർബോർഡിലേക്ക് ആക്കിയിട്ടുണ്ട്. കാർബോർഡ് ഒരു കണക്കിന് ഓക്കെയാണ്, എന്നാലും നമുക്ക് പ്ലാസ്റ്റിക് ആയിരുന്നു ഞാനും ഇത്തിരി കൂടെ പ്രിഫർ ചെയ്യാം. നമുക്ക് വലിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ക്ലീനിങ് ക്ലോത്തൊക്കെ തരും അവർ. WPL ഒരു ക്ലീനിങ് ക്ലോത്ത് അവർ തന്നിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം, അടിപൊളി. ഓക്കെ, അതല്ലാതെ നമുക്ക് പിന്നെയുള്ളത് ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് നമുക്ക് പറയാം. തന്നെ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ പാർട്സൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും നമുക്ക് അവിടെ വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ആക്സസറീസ് കാര്യങ്ങൾ, സ്റ്റിക്കറിങ്, പിന്നെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമുക്കൊരു ചാർജിങ് കേബിൾ ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കാണാൻ ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടീനെ പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ബോക്സ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി തുറക്കണം. ഇവിടെ രണ്ടിടത്തു നിന്ന് ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ രണ്ട് പോയിന്റിലും ഓരോ ഇതുണ്ട്. അതങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് ഇങ്ങനെ തുറന്നു വരും. നമ്മൾ നോക്കി പതുക്കെ തുറന്നെടുക്കാൻ കണ്ട പെർഫെക്റ്റായിട്ട് തുറന്നു വരും കേട്ടോ. ഇതാണ് വണ്ടി. അപ്പോൾ അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷനൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാര്യം ഇതിൻ്റെ ഇടയിൽ അവർ D സീരീസ് കൊണ്ടുവന്നതിനപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം കിട്ടിയായിരുന്നു. അവരുടെ ഷിപ്പിംഗ് അത്ര പോരായിരുന്നു. അതുകൊണ്ട് അവർ ഇതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ചേസസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇത് കണ്ടോ, സ്പ്രിങ് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിങ്ങിൽ ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സാധനവും ഊരി കിടക്കുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ഇട്ട് അപ്പോഴത്തേക്കും അത്യാവശ്യം സ്റ്റേബിളായി. എന്നാലും കണ്ടോ, സ്പ്രിങ് ആണ് വരുന്നത്. കണ്ടോ, സ്പ്രിങ് ആണ്. പക്ഷേ അവർ ഷോക്ക് നമ്മുടെ ഇത് മാറ്റിയിട്ട്, ലീഫ് സ്പ്രിങ് മാറ്റിയിട്ട് പ്രോപ്പർ ഷോക്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഫിൽഡ് ഷോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ബാറ്ററി ഞാൻ എടുത്തപ്പോൾ തന്നെ താഴത്തേക്ക് പോയി. ഇതാണ് വരുന്ന ബാറ്ററി. അവിടെ സ്റ്റാൻഡേർഡ് വരുന്ന ബാറ്ററി തന്നെയായിരിക്കും. 500 mAh 7.4 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ബോഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡി തന്നെയാണ്. കണ്ടോ, ചെറിയൊരു ബമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് വിഞ്ച്, WPL വിഞ്ച് ഉണ്ട്. അത് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ നമുക്കുള്ള സ്റ്റോക്ക് ബോർഡിൽ നടക്കില്ല. നമ്മൾ ബോർഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിഞ്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ട. ഇതിൻ്റെ ഒപ്പം വരുന്നത് 280 സൈസ് മോട്ടറാണ്. ഒരു ഒക്കേഷ് മോട്ടറാണ്. പിന്നെ എല്ലാം വരുന്ന പ്ലാസ്റ്റിക് പാർട്സാണ് ഇതിനകത്ത് ഫുള്ള് വരുന്നത്. അകത്ത് വരുന്ന ഗിയർ മെറ്റലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ടയേഴ്സ് RTRൻ്റെ ഒപ്പം, അതായത് റെഡി ടു റണ്ണിൻ്റെ ഒപ്പം വരുന്നത് ഇത്തിരി ഹാർഡ് ടയേഴ്സ് ആയിരിക്കും. നമ്മളിതെല്ലാം കിറ്റ് വെർഷനാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റ് ടയേഴ്സ് വരും. ഇത്തിരി ഒരു ഹാർഡാണ്. ഓക്കെ,
അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബാക്കി അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ, സബ്സ്ക്രൈബറിന് കൊടുക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. മിനിമം ഒരു 8500 തൊട്ട് വരും, അതിന് മേലോട്ട് വരും. കസ്റ്റംസ് തൊട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 8500 നമുക്ക് ഈ വണ്ടി ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ വെക്കാനുള്ള അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പൊക്കത്ത് നമുക്കൊരു ലൈറ്റ് ബാറിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ലൈറ്റൊന്നുമില്ല, നമുക്ക് ലൈറ്റ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോം മിറേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തു. ഒരു സ്നോർക്കലിൻ്റെ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനൊരു സ്പെയർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ബാറിൻ്റെ ഒരെണ്ണത്തിനുള്ള ഒരു സ്പെയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊന്നും വേറെ അങ്ങനെയൊന്നുമില്ല. ഇനിയുള്ള സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാര്യം സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനാണെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഇവിടെ മാത്രമേ ഒട്ടിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ ലൈറ്റും വന്നിട്ടില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് കിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാം. നമുക്ക് കണ്ടതിന് അറിയാൻ പറ്റും അകത്തൊരു ഹോളുണ്ട്. നമ്മളത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടി ഇറക്കി കൊടുക്കുക എന്നുള്ള മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. വണ്ടി ഇറക്കി കൊടുക്കുക, ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഷോക്കാണ്, സ്പ്രിങ് ഷോക്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു സാധനം കണ്ടോ, ഇത് നമുക്കിങ്ങനെ തിരിച്ച് ഇവിടം വരെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ ഇത് താഴത്തേക്ക് ആക്കാം. ഞാൻ കുറച്ചൊന്ന് താഴത്തേക്ക് ട്വീക്ക് ചെയ്തിട്ടുണ്ട്, കാര്യം ഭയങ്കരമായിട്ട് പൊങ്ങിയായിരുന്നു ഇരുന്നേച്ചത്. അതുപോലെ തന്നെ സ്പ്രിങ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ബൗൺസിനെസ് ഉണ്ടാവും കണ്ടോ. പിന്നെ ക്രോളർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് വരില്ല. അതുപോലെ തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ലൊരു ഫ്ലെക്സ് ആംഗിൾ തന്നെ ഉണ്ട് കണ്ടോ, ഇത്രയും വരെയൊക്കെ ഫ്ലെക്സ് ഉണ്ട്. അതുപോലെ ഡ്രാഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുള്ളതാണ്, അത് ഓടിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിപ്പോൾ വണ്ടിയുടെ അകത്ത് ഓൾറെഡി ബാറ്ററി ഇവിടെ ഇട്ടിട്ടുണ്ടോ, ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പോർഷനും ബാറ്ററി ചെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും തന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം സ്പേസ് ഉണ്ട് വയറിന് വേണ്ടിയിട്ട്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കാം, ഇത്ര ഉള്ള സംഭവം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പവർ ബട്ടൺ വരുന്നത് എവിടെയായിട്ടാണ്, അതിൻ്റെ ഇടയിലായിട്ടാണ്, ഫ്രണ്ട് ഇതിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരു ഇത്തിരി പണിയാണ് കൈയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓൺ ചെയ്ത് നമ്മുടെ റിമോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ റിമോട്ടിൽ വരുന്ന 2 AA ബാറ്ററിയാണ്. റിമോട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, 1 ഹാൻഡ് കൺട്രോളിന് പറ്റിയ റിമോട്ടാണ്. നമുക്ക് പൊക്കത്ത് സ്റ്റിയറിംഗ് ട്രിം വരുന്നുണ്ട്, സ്റ്റിയറിംഗും ഡ്യുവൽ റേറ്റും. ബ്രേക്കിൻ്റെ ഫംഗ്ഷൻ കേട്ടോ ഇവിടെ വ്യത്യാസമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ബ്രേക്കാണുള്ളത്. അതൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനേബിൾ ആവും, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആവും. അപ്പോൾ അത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലം വേണം. നമുക്ക് എന്തായാലും അതും ഒന്ന് നോക്കാം. ഉള്ളത് ലോ സ്പീഡാണ്, ഫുള്ള് കൊടുത്തോക്കാം. ഇതാണ് അതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് ട്രിം ചെയ്യാനുണ്ട്, സൈഡിലേക്ക് പോകുന്നുണ്ട്. സൈഡിലേക്ക് ട്രിം ചെയ്യാൻ ചെറുതായിട്ട്. ഓക്കെ, കറക്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. കണ്ടോ ഡ്രാഗ് ബ്രേക്ക് ഉണ്ട് ഇപ്പോൾ കണ്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഡ്രാഗ് ബ്രേക്ക് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ ഡ്രാഗ് ബ്രേക്ക് ഓഫ് ചെയ്തുള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ കണ്ട വിട്ട് കഴിഞ്ഞാൽ താൻ ഇറങ്ങിപ്പോകും. അതാണ് ഡ്രാഗ് ബ്രേക്കിൻ്റെ ഒരു. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രാഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഓഫാണ് സാധനം കണ്ടോ, അറിയാൻ പറ്റും കണ്ടോ, കുറച്ചും കൂടെ പോയി. ഇനി ഞാൻ ആ സെയിം സിറ്റുവേഷൻ ഡ്രാഗ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ നിൽക്കണം. അപ്പോൾ അതാണുള്ളത്, അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും വണ്ടി ഒന്ന് ഓടിക്കാം. അപ്പോൾ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെ പോകുമെന്ന് നോക്കാം കേട്ടോ. ലോ സ്പീഡ് മോഡുലേഷൻ ഇതാണ്. നമ്മളിപ്പോൾ ഡ്രാഗ് ബ്രേക്ക് ഓഫാണോ ഓണാണോ ഞാൻ ഓർക്കുന്നില്ല. ലോ സ്പീഡിൽ ഒരു ഇത്തിരി കൂടെ സ്പീഡ് നമ്മൾ കൂട്ടുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിക്ക് അത്യാവശ്യം ഉള്ളത് ഒരു നല്ലൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. നല്ല ബോഡി ഫ്ലെക്സും ഉണ്ട്. നമ്മളിപ്പോൾ ത്രോട്ടിൽ ഫുൾ കൊടുത്തിട്ടില്ല. ഇത്തിരി കൊടുക്കേണ്ടതായിട്ട് വന്നു, അത്യാവശ്യം നല്ല നല്ല നമ്മൾ ത്രോട്ടിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു ആ ഒരു ഏരിയയിൽ നിന്ന് കയറി പോരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കേപ്പബിലിറ്റി നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതേ കിടക്കണം. നമ്മൾ പണ്ട് മറ്റേ ജിമ്നി കയറ്റിയായിരുന്നു, നമ്മുടെ WPL തന്നെ ഒരു ജിമ്നി ഉണ്ടായത്. അത് കയറ്റിയ സെയിം ഏരിയയാണ്. അപ്പോൾ അതിൽ കൂടെ ഒന്ന് കയറ്റി നോക്കാം. നമുക്ക് പതുക്കെ കൊടുക്കാം. ആംഗിൾ കറക്റ്റായി. ഡ്രാഗ് ബ്രേക്ക് ഓഫ് ചെയ്തേക്കാം, ഡ്രാഗ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. നമ്മളൊന്ന് ഒരിക്കലും ഒന്ന് ത്രോട്ടിൽ കൊടുക്കണം. സ്ലോ സ്പീഡിൽ കയറിപ്പോരെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കയറിപ്പോരും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ റൊട്ടേറ്റിംഗ് ആയിരിക്കണം. നമുക്ക് നോക്കാം.
അതെ കൗണ്ടർ റൊട്ടേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ പറ്റും. ഒരു സൈഡ് ഫ്രണ്ടിലെ ഒരു സൈഡിലേക്കാണ് ഇറക്കുന്നത്, ബാക്കിലെ വേറെ സൈഡിലേക്കാണ് ഇറങ്ങുന്നത്. കൂടെ ഇറക്കി നോക്കാം. ബോഡി ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല താഴെ, നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു ആംഗിളാണ്, കണ്ടെയ്നർ അറിയാൻ പറ്റും. ബോഡി ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. കണ്ടോ, കൈ കയറാനുള്ള ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത്തിരി കൂടെ കൊടുക്കാം. കണ്ടോ, ബാക്ക് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ബാക്ക് നമുക്ക് നോക്കാം ടച്ച് ചെയ്യുമോ എന്നുള്ളത്. ബാക്ക് ടച്ച് ചെയ്യാൻ ചാൻസ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു WPL C64-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി, ക്യാമറയുടെ ബാറ്ററി ഡെഡായിപ്പോയി. അതുകൊണ്ട് രണ്ടാമത് എടുത്തതാണ്. അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നത്, നല്ല കൊതുകായിരുന്നു. അപ്പോൾ വണ്ടി അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി തന്നെയാണ്, വണ്ടീനെ അറിയാൻ വേണ്ടി പറ്റും. ലുക്ക് കാര്യങ്ങളാണെങ്കിലും ഓക്കെയാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ 2-3 കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. സ്പ്രിംഗ് ഷോക്സ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തിരി കൂടെ വേണമെങ്കിൽ താത്താം, ഇത്തിരി കൂടെ പൊക്കണമെങ്കിൽ പൊക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഇത്തിരിയും കൂടെ താന്നിരുന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് അതിനനുസരിച്ചുള്ളൊരു ഇതുണ്ടാവുള്ളൂ, ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ഹെവി ആയിട്ട് തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കേജ് ഷോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അങ്ങനെ എക്സ്ട്രീമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഷോക്സ് നമ്മൾ പതുക്കെ അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ ഈ വക വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ ഷെൽഫ് പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് നോർമലായിട്ടുള്ള കാഷ്വലായിട്ടുള്ള ചെറിയ ചെറിയ ഓഫ് റോഡിങ് പോലത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും ഈ വക സാധനങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോകരുത്. സ്റ്റോക്ക് ഇലക്ട്രോണിക്സ് ഒന്നും വാട്ടർ പ്രൂഫ് അല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ മോട്ടർ പവർ തന്നെയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മോട്ടറാണ് 280 സൈസ് മോട്ടർ. പക്ഷേ എന്നാലും ഞാൻ പ്രിഫർ ചെയ്തുകൊണ്ട്, പക്ഷേ പണ്ട് അവർ കൊണ്ടുവന്ന 180 സൈസ് മോട്ടർ ആയിരുന്നു ഇതിലും പ്രിഫർ ചെയ്യുക. 280 സൈസ് ഓക്കെയാണ്, ടോർക്കുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് ആ വേണ്ട പവർ അത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആൾക്കാരുള്ളൊരു സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് പോയിൻറ്റ് പറഞ്ഞു. ഏകദേശം ഒരു 8,500-9 റേഞ്ചിൻ്റെ അകത്ത് നിൽക്കാറുള്ളതാണ് നോർമലി. പിന്നെ നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് ആ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ തരേണ്ടി വരും. ഇതും ഇപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ എടുത്ത വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സ്ട്രീമായിട്ട് ചെക്ക് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ടയറൊക്കെ ഊരി ഒന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.